സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. യേശു സ്നേഹം മാത്രമായിരുന്നു. യേശു സ്നേഹിച്ചവർ തന്നെയായിരുന്നു. യേശുവിനെ കള്ളനെന്ന് വിളിച്ചതും ചാട്ടവാറുകൊണ്ട് അടിച്ചതും മുൾമുടി ധരിപ്പിച്ചതും ശിരസിൽ ചുറ്റിക കൊണ്ട് അടിച്ചതും മുഖത്ത് തുപ്പിയതും ബറാബാസിനേക്കാളും വലിയ കള്ളനെന്ന് വിളിച്ചതും നഗ്നനാക്കി അപമാനിച്ചതും കുരിശിൽ തറച്ചതും കുന്തം കൊണ്ട് ചങ്കിൽ കുത്തിയതും ഇവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞതും ഈ സ്നേഹിച്ചവർ തന്നെയായിരുന്നു. അപ്പോഴെല്ലാം യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തു. ഇതെല്ലാം യേശു നമുക്ക് കാണിച്ചു തന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ എന്ന ഈ വചനം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാനായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് ചുറ്റും എല്ലാ വ്യക്തികളും പരസ്പരം ഐക്യമില്ലാതെ ശത്രുതയിൽ കഴിയുകയാണ്. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും കുടുംബത്തിലുള്ളവർ ഭിന്നിച്ചും തകർന്നും കിടക്കുന്ന അവസ്ഥയിലാണ്. ആര് വിശ്വസിക്കുന്നുവോ, ആര് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവോ, അവർ ഒരു മനസ്സോടെ പരസ്പരം സ്നേഹിച്ച് ഐക്യത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാവിലും സത്യത്തിലും യേശുവിനെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു. തിരിച്ചു വരിക, യേശുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. നാം പാപം ചെയ്യുമ്പോൾ അവസാന തുള്ളി രക്തം വരെ ചിന്തി നമ്മെ സ്നേഹിച്ച യേശുവിന്റെ ആ ചങ്കില് കുന്തം കൊണ്ട് വീണ്ടും വീണ്ടും കുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ യേശുവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പൂർണ്ണതയോടെ സ്നേഹിക്കുവാൻ ഈ നിമിഷം ഇതാ ഞങ്ങൾ ഒരുങ്ങുന്നു. വിശുദ്ധിയിലും നീതിയിലും വിശ്വാസത്തോടെ മുന്നേറുവാൻ എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപ എൻ്റെ മേൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ ഈ നിമിഷം എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ച് നമുക്ക് ഈ വരികൾ പാടാം. നിന്നെ ഏറെ സ്നേഹിച്ച ചങ്കിൽ നീ ആഴമേറും മുറിവുകൾ നൽകിയോ. നിന്നെ ഏറെ സ്നേഹിച്ച ചങ്കിൽ നീ ആഴമേറും മുറിവുകൾ നൽകിയോ. നിന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തെ കാൽവരിയിൽ നീ ഒഴുക്കിയോ. നിന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തെ കാൽവരിയിൽ നീ ഒഴുക്കിയോ. മാപ്പ് തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. യേശുവേ, മാപ്പ് തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. വീണ്ടും വീണ്ടും പാപം ചെയ്തു നീ വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശിക്കയോ. വീണ്ടും വീണ്ടും പാപം ചെയ്തു നീ വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശിക്കയോ. മാപ്പ് തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. യേശുവേ, മാപ്പ് തന്ന് എന്നെ അങ്ങിൽ ചേർക്കണേ, പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. പൂർണ്ണമായി എന്നെ നൽകി ഞാനിതാ. സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. നമ്മൾ ഏതവസ്ഥയിലാണെന്ന് ദൈവം നമുക്ക് ബോധ്യം തന്നിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയിൽ നിലനിന്ന് മുന്നേറുവാനാണ് യേശു നമ്മെ വിളിച്ചിരിക്കുന്നത്. ആര് യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്കത് സാധിക്കും. വിശ്വാസമെന്ന ഏക ആയുധമുണ്ട് ദൈവമക്കൾ ലോകത്തെയും ലോകത്തിലുള്ള സകല ശക്തിയെയും ജയിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ എല്ലാം ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും
ദൈവത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. 1 സാമുവേൽ 16:7 പറയുകയാണ്, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തെ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഈ നിമിഷം വരെ അനുതാപത്തോടെ പ്രാർത്ഥിച്ച ഏതൊരു വ്യക്തിയുണ്ടോ, ആ അനുദപിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് യേശുവിന്റെ ആത്മാവ് കടന്നു വരികയാണ്. ഈ നിമിഷം മുതൽ അവർ പഴയതല്ല, ആ വ്യക്തി പുതിയതാണ്. അവരെ നയിക്കുന്നത് അവരല്ല, പരിശുദ്ധാത്മാവായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന വ്യക്തികളായി ഈ നിമിഷം മുതൽ ഈ വ്യക്തി മാറുകയാണ്. ലോകം മുഴുവനും പോയി യേശുവിന്റെ സാക്ഷ്യം വഹിക്കാനായി നമുക്കൊരുങ്ങാം. യേശുവിന്റെ 2ാം വരവിൽ സർവമഹത്വത്തോടെ ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ നമുക്കും യേശുവിന് മുമ്പിൽ വിശുദ്ധിയോടെ നിൽക്കാനായി നമുക്കൊരുങ്ങാം. ദ റോയൽ പ്രൊഫസർ മിനിസ്ട്രിയുടെ ഈ ആരാധനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന ഓരോ വ്യക്തിയെയും യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ.